ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായത് സംഭവിക്കുമ്പോൾ കൂടെയുണ്ടാകുമെന്ന് കരുതിയവർ പെട്ടെന്നങ്ങ് കൈവിട്ടു പോകുമ്പോൾ, ജീവിതത്തിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കെ പരാജയം സംഭവിക്കുമ്പോൾ തീർച്ചയായും നാം വല്ലാതെ അങ്ങ് തകർന്നു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതകളും സമാധാനവും കൈവിട്ടു പോകും. ഇപ്രകാരമുള്ള ജീവിതത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രശ്നങ്ങളൊക്കെ ഇതുണ്ടാകും, പക്ഷേ നീ നിൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുക. അപ്പോൾ നീ കരുതുന്ന ഇന്നിൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട് എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കാരണം എന്താ? കരുത്ത് നൽകുന്നവൻ, ഒരിക്കലും കൈവിടാതെ കൈപിടിച്ച് നടക്കുന്നവൻ കൂടെയുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അസ്വസ്ഥനാകുന്നത്, ആകുലനാകുന്നത്? പൊതുവെ നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് ഒരു കാരണം വചനം പറയുന്നത് സ്ഥലമില്ലാത്തത്. വീട് പണിയാനായിട്ട് സ്ഥലമില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. സ്ഥലം എന്ന വാക്കിൻ്റെ അർത്ഥം ഇടം എന്ന ഇടം. നമുക്ക് ഇടം കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അവരെൻ്റെ ജീവിതത്തിൽ, അവരെൻ്റെ ഹൃദയത്തിൽ, സമൂഹത്തിൽ, കൂട്ടായ്മയിൽ, സൗഹൃദങ്ങളിൽ നമുക്ക് ഇടം ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ അസ്വസ്ഥതകളുടെ ഒരു വലിയ കാരണം. അതുകൊണ്ട് ക്രിസ്തു പറയുക, ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാം, ഞാൻ നിങ്ങൾക്ക് ഇടം തരാം എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയം തുറന്നു വെച്ച് ആ ഇടത്തിൽ നമ്മെ ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് സുവിശേഷം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടം ലഭിക്കാതെ പോകുന്നവർക്കുള്ള ഇടമാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയുക. നമ്മളൊക്കെ ഇടം അന്വേഷിക്കുന്നത് ഈ ഭൂമിയിലാണ്, പക്ഷേ നിത്യജീവൻ അത് സ്വർഗത്തിലാണ്, ദൈവരാജ്യമാണ്. അവിടെ ഇത്തിരി ഇടം കിട്ടാൻ നീ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ ഒരിത്തിരി സ്ഥലം വാങ്ങിക്കാൻ നമ്മൾ എത്രയാ കഷ്ടപ്പെടുന്നത്, പണിയെടുക്കുന്നത്, അധ്വാനിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ ഒരിത്തിരി ഇടം കിട്ടാൻ ഇന്നോളം നാം എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് പണിയെടുത്തിട്ടുണ്ട്, എന്ത് കഷ്ടപ്പാടുകൾ നേരിട്ടിട്ടുണ്ട്? അതില്ല. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നറിയുക. താൽക്കാലിക വാസങ്ങൾക്കുള്ള ഇടങ്ങളിൽ നമ്മൾ അധികമൊന്നും ചെയ്യില്ല. ഒരു വീട് വാടകയ്ക്കോ അതല്ലെങ്കിൽ പണയത്തിനോ എടുത്ത് നമ്മൾ താമസിക്കുമ്പോൾ അവിടെ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. കാരണം എന്താ? ഇതിട്ടിട്ട് പോകേണ്ടതാ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് നമുക്കറിയാം. എന്നാൽ സ്വന്തമായിട്ടൊരു വീട് കിട്ടിയാലോ, അവിടെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ബ്യൂട്ടിഫിക്കേഷൻ നമ്മൾ അവിടെ ചെയ്യും. കാരണം നമുക്കറിയത് എൻ്റെ സ്വന്തമാണ്. അതുകൊണ്ടാണ് ഈ ഭൂമി അത് തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തമൊന്നുമല്ല. കൂടിയാൽ ഒരു 80 വയസ്സെന്ന് വെച്ചാൽ ഒരു 30,000-35,000 ദിവസങ്ങൾ മാത്രം താമസിക്കാനുള്ളൊരിടം മാത്രം. ഇതിനപ്പുറം ഒന്നും നമ്മുടെ ആയുസ്സില്ല. ഏറിയാൽ 35,000-ഓളം ദിവസങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ വസിക്കാനൊക്കെ സാധിക്കും. അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ ഇത് താൽക്കാലികമായ വാസത്തിൻ്റെ ഒരു സ്ഥലം മാത്രം. ഈ താൽക്കാലികമായ വാസത്തിൻ്റെ സ്ഥലത്തിനു വേണ്ടി നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിത്യതയുടെ കൂടാരത്തിൽ ഒരിത്തിരി ഇടം കിട്ടാൻ നാം ഇന്നോളം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനി അധിക സമയമൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന നന്മകൾ കൊണ്ട് നിത്യതയുടെ കൂടാരത്തിൽ നമുക്ക് ഇടം സ്വന്തമാക്കാം. അതിന് കൈപിടിച്ച് വഴി നടത്തുന്ന കർത്താവിൻ്റെ കരം വിടാതെ അവനോട് ചേർന്ന് നടക്കാം.